നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 22-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ രാജ്യത്ത് സെൻസസ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലുള്ളവർക്ക് ജൂൺ 30 വരെ ഓൺലൈനായിട്ട് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ സാധിക്കും. ഇതിനായി ഇനി കേവലം 10 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാവരും ഇത് എത്രയും വേഗം പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനായിട്ട് ചെയ്യാൻ സാധിക്കാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാർ നിങ്ങളുടെ വീടുകളിൽ എത്തുമ്പോൾ വിവരങ്ങൾ നൽകിയാൽ മതിയാകും. എന്നാൽ പകൽ സമയങ്ങളിൽ വീട്ടിൽ മുതിർന്നവർ ഇല്ലാത്തവരോ ഇനി കുട്ടികൾ മാത്രമുള്ളവരോ ഒക്കെ ഓൺലൈനായിട്ട് തന്നെ വിവരങ്ങൾ നൽകുന്നതാണ് എന്യൂമറേറ്റർമാർക്കും നിങ്ങൾക്കും കൂടുതൽ സൗകര്യം. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് സംബന്ധിച്ച് നിരവധി ആളുകൾക്ക് സംശയമുണ്ട്. അതിനായിട്ട് നിങ്ങളെല്ലാവരും സ്വയം വിവരങ്ങൾ നൽകുന്നതിനായിട്ട് www.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ സംസ്ഥാനവും പ്രദേശവും തിരഞ്ഞെടുക്കുക. തുടർന്ന് ക്യാപ്ച കോഡ് നൽകി വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി പൂരിപ്പിച്ച് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, PM കിസാൻ സമ്മാൻ നിധിയിൽ നിന്ന് 2000 രൂപ ധനസഹായം ലഭിക്കുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക. കിസാൻ സമ്മാൻ നിധിയുടെ വാർഷിക മസ്റ്ററിംഗ് എന്ന പേരിൽ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ തന്നെ ചില അറിയിപ്പുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട്. ഈ KYC ചെയ്യാത്തവർക്ക് തുടർന്ന് സഹായം ലഭിക്കില്ല എന്നത് ശരിയാണ്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യവ്യാപകമായിട്ട് അത്തരമൊരു KYC ക്യാമ്പയിൻ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലും അങ്ങനെയൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ നിങ്ങളുടെ KYC സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ KYC സ്റ്റാറ്റസ് നോ എന്നായിരിക്കും കാണിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് പുതുക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ എന്നിവ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ഒക്കെ ഇത് ചെയ്യാൻ സാധിക്കും. ഫോൺ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ആപ്പായിട്ടുള്ള PM കിസാൻ GOI, അതുപോലെ തന്നെ ആധാർ ഫേസ് RD എന്നീ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് KYC പൂർത്തിയാക്കാവുന്നതാണ്. ഇക്കാര്യങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല, മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫോൺ വഴി ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുമ്പോൾ ചില സാങ്കേതിക തകരാറുകൾ, എറേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് പരിശോധിക്കാനോ KYC പൂർത്തിയാക്കാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുകളുമായി ബന്ധപ്പെടുക. CSC സെൻ്ററുകളൊക്കെ തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിച്ചു തരുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ട്രെയിനുകളിലും റെയിൽവേ പരിസരങ്ങളിലും മദ്യപിച്ച് മറ്റ് യാത്രക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികളൊക്കെ തന്നെ കർശനമാക്കി റെയിൽവേ ബോർഡ്. ഇനി മുതൽ ട്രെയിനുകളിൽ മദ്യപിച്ചോ ലഹരി ഉപയോഗിച്ചോ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുന്നതിന് പുറമെയായിട്ട് നിർബന്ധിത സാമൂഹിക സേവനവും കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യേണ്ടി വരും. ഇത് സംബന്ധിച്ച 1989 റെയിൽവേ നിയമത്തിലെ ഭേദഗതികളൊക്കെ തന്നെ ഉൾക്കൊള്ളുന്ന ജൻ വിശ്വാസ് ഭേദഗതി ആക്ട് 2026 റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കി. കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായിട്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന തീയതി മുതൽ പുതിയ നിയമങ്ങളൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരും. ജൂലൈ 1 മുതൽ ഇത് നടപ്പിലാകുമെന്നാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മദ്യപിച്ച് യാത്ര ചെയ്യുന്നവർക്ക് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയോ ആയിരുന്നു ശിക്ഷ. എന്നാൽ പുതിയ നിയമപ്രകാരം ലഹരി ഉപയോഗിച്ച വ്യക്തിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് സാധിക്കും. ഇതിനൊപ്പം 1000 രൂപ വരെ പിഴയും റെയിൽവേ പുതുതായിട്ട് അവതരിപ്പിച്ച സാമൂഹിക സേവന ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ശല്യം തുടരുന്നവർക്കെതിരെ ഇതിലും ഉയർന്ന ശിക്ഷാ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നതാണ്. മദ്യപാനത്തിന് പുറമെ ടിക്കറ്റ് ഇല്ലാത്ത യാത്ര, സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ അതിക്രമിച്ചു കയറൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴത്തുകകളും റെയിൽവേ കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത യാത്രയ്ക്ക് യാത്രാക്കൂലിയും ഒപ്പം കുറഞ്ഞത് 500 രൂപ അധിക പിഴയായിട്ടും ഈടാക്കും. തുക ഒടുക്കാൻ വിസമ്മതിച്ചാൽ മാത്രമേ ഇനി മുതൽ കോടതി നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ നിലവിലുണ്ടായിരുന്ന 500 രൂപ പിഴ കുത്തനെ കൂട്ടി 2500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ കോടതി വഴി 5000 രൂപ വരെ പിഴ ഈടാക്കാം. കൂടാതെ യാത്രക്കാരുടെ സുരക്ഷ അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ലംഘനങ്ങളുടെ സ്വഭാവമനുസരിച്ച് യഥാക്രമം 1000 രൂപ, 2000 രൂപ എന്നിങ്ങനെ പിഴ ഈടാക്കുകയും തുക അടയ്ക്കാത്ത പക്ഷം കോടതിയെ സമീപിക്കുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളിലൊക്കെ തന്നെ ഒന്നാണ് ആശ്വാസകിരണം പദ്ധതി. ഗുരുതരമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ ബാധിച്ചവർ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കിടപ്പിലായ രോഗികൾ എന്നിവരെയൊക്കെ തന്നെ പരിചരിക്കുന്നവർക്കായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. രോഗികളെ പരിചരിക്കുന്നത് വഴി പരിചാരകർക്ക് അവരുടെ തൊഴിൽ ദിനങ്ങളും വരുമാനവും നഷ്ടപ്പെടാറുണ്ട്. ഇതിനൊരു ചെറിയ ധനസഹായം അല്ലെങ്കിൽ ആശ്വാസമേകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇത് പുതുക്കേണ്ട സമയമാണിത്. ജൂൺ മാസം 30-നകം ലൈഫ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ തന്നെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ ഇപ്പോൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാവുന്നതാണ്.
ആവശ്യമായ രേഖകൾ കൃത്യമായി അറ്റാച്ച് ചെയ്ത് വേണം അപേക്ഷ നൽകാനായിട്ട്. സമയത്ത് പുതുക്കിയില്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 2018 ഏപ്രിൽ 1 ശേഷം അപേക്ഷ സമർപ്പിച്ചിട്ടും തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ കുടിശ്ശിക ലഭിക്കുന്നതിനായിട്ട് വീണ്ടും പുതുക്കാനുള്ള അവസരമുണ്ട്. ഇതിനായിട്ട് മുൻപ് അപേക്ഷയോടൊപ്പം നൽകിയ രേഖകൾ ഒരിക്കൽ കൂടി റീസബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം ഇത് ചെയ്യാനായിട്ട്. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകളും ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 2000 രൂപ തന്നെയാണ് നമുക്ക് തുടർന്നും ലഭിക്കുക. വി.ഡി. സതീശൻ അവതരിപ്പിച്ച ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവിനെക്കുറിച്ച് പരാമർശങ്ങളില്ല. നയപ്രഖ്യാപനത്തിൽ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ഈ സർക്കാരിൻ്റെ കാലാവധിക്കുള്ളിൽ നടപ്പിലാക്കാൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ ഇടക്കാല ബജറ്റിൽ 100 രൂപയുടെയെങ്കിലും വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 7 മാസത്തെ കാലാവധി മാത്രമുള്ള ഈ ബജറ്റിൽ പുതിയ മാറ്റങ്ങളില്ലാത്തതിനാൽ തന്നെ ഈ മാസവും, അതായത് ജൂൺ മാസവും അതുപോലെ തന്നെ അടുത്ത മാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ 2000 രൂപ തന്നെയായിരിക്കും പെൻഷനായിട്ട് ലഭിക്കുക. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ 25-ാം തീയതിയോടുകൂടി ആരംഭിച്ചേക്കും. ജൂൺ 23 ചൊവ്വാഴ്ച സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഇതിനുശേഷം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ, അതായത് ജൂൺ 25, 26 തീയതികളിലൊക്കെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേരുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ 26-ാം തീയതി മുഹറം പ്രമാണിച്ച് പൊതു അവധിയായതിനാൽ തന്നെ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം അവധിക്ക് ശേഷവും തുറന്നേക്കാം. എങ്കിലും ജൂൺ 25 തന്നെ നമുക്ക് തുക അക്കൗണ്ടുകളിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുഹറം അവധിക്ക് ശേഷം, അതായത് ജൂൺ 27, 28 തീയതികളിലായിരിക്കും വീടുകളിലെത്തിയുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുക. ജൂലൈ മാസം 5 തന്നെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം അത് പൂർണ്ണമായിട്ടും സജ്ജമാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും വിധവ, വിവാഹിത പെൻഷനൊക്കെ തന്നെ വാങ്ങുന്നവർക്കുള്ള രേഖകൾ നൽകാനും ഇനി കേവലം 9-10 ദിവസങ്ങൾ കൂടി മാത്രമാണ് സമയമുള്ളത്. എന്നാൽ ഇത് എല്ലാവരും തന്നെ നൽകേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. മാർച്ചിന് മുൻപ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വിധവ, അവിവാഹിത പെൻഷൻകാർ ഇപ്പോൾ അത് വീണ്ടും നൽകേണ്ടതില്ല. അന്ന് നൽകാനായിട്ട് കഴിയാത്തവർ മാത്രം ഇപ്പോൾ അത് സമർപ്പിച്ചാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമുണ്ട്. നേരത്തെ അത് നൽകിയവരും വീണ്ടും നൽകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുൻപ് പെൻഷൻ അനുവദിച്ച് കിട്ടിയവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത്. അതിനുശേഷം പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ ഈ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിന് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ വാങ്ങാവുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കുകളിലേക്ക് തന്നെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. വെള്ള കാർഡിന് 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. നീല കാർഡിനെ പോലെ തന്നെ അതാത് താലൂക്കുകളിലെ സ്റ്റോക്ക് അനുസരിച്ച് വെള്ള കാർഡിനും 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭ്യമാണ്. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മാസം 30 വരെ മാത്രമായിരിക്കും ഉണ്ടാവുക. റേഷൻ വാങ്ങാൻ ഇനി കേവലം 9-10 ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് ഓർക്കുക. അതിനാൽ തന്നെ ഇനിയും ജൂൺ മാസത്തിലെ റേഷൻ കൈപ്പറ്റാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ ഇന്നലെ മാറ്റമില്ലായിരുന്നു. 2026 ജൂൺ 21 ഇന്നലെ ഞായറാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,390 രൂപയും പവന് 1,07,120 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.